ആ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കേരളത്തിലെ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ, മറ്റൊന്ന് കെ കരുണാകരൻ്റെ മകൾ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് BJPയെ വളർത്തിയ സ്ഥലമാണത്. അനിൽകുമാർ, നിങ്ങൾ അവിടെ ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു. അനിൽകുമാർ. അപ്പോൾ അതിനൊരു കൗണ്ടർ പ്ലാൻ ഉണ്ടാക്കി അവിടുത്തുകാർ. അത് BJP സഖ്യമായിട്ടൊന്നും വ്യാഖ്യാനിക്കേണ്ടെന്നാണ്. അല്ല, ജനവിധിയെ സ്വയം അട്ടിമറിച്ച ചരിത്രമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. ഇപ്പോഴത്തെ കർണാടക സർക്കാരിന് മുമ്പ് കർണാടകത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തതാണ്. ആ സർക്കാർ അട്ടിമറിക്കപ്പെട്ടു കാലുമാറ്റത്തിലൂടെ. ഇതുപോലെ തന്നെ ഗോവയിൽ സംഭവിച്ചു, പുതുശ്ശേരിയിൽ സംഭവിച്ചു. ത്രിപുരയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ MLA മാർ കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിലേക്കും അവിടുന്ന് BJPയിലേക്കും പോയി. ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ ഈ കൂറുമാറ്റം ഉണ്ടായി. ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ടായത് എങ്ങനെയാണ്? സച്ചിൻ പൈലറ്റിൻ്റെ കളികൾ നമ്മൾ കേട്ടിട്ടില്ലേ? അമരീന്ദർ സിംഗിനെ നമുക്കറിയില്ലേ? മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നമുക്കറിയില്ലേ? ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നമുക്കറിയില്ലേ? ഏതാണ്ട് 100-200ഓളം ആളുകൾ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ്. AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കേരളത്തിലെ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ, മറ്റൊന്ന് കെ കരുണാകരൻ്റെ മകൾ. ഏത് പാർട്ടിയിലാണ്? അതെ, അത് സെൽവരാജ് എവിടേക്കാ ഉണ്ട്? അതെ 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 ഞാൻ സമ്മതിച്ചു. അതെ അതെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറ, സെൽവരാജിന്റെ കാര്യവും എസ് മനോജിന്റെ കാര്യവും വിശ്വനാഥ മേനോന്റെ കാര്യവും അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യവും ആദ്യത്തെ അവസരമാണ് പൂർത്തിയാക്കട്ടെ. ബാക്കി രണ്ടുപേരെ കൂടി എനിക്ക് ബാക്കി രണ്ടുപേരെ ടേക്ക് എടുക്കാനുണ്ട് പ്ലീസ്. അപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എന്തിന് BJP? അദ്ദേഹം പറഞ്ഞോട്ടെ. ഒരു കാര്യം ചെയ്യാം, കേരളത്തിലെ തന്നെ എടുക്കാം. കേരളത്തിലെ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ, ബഹുമാനപ്പെട്ട ആൻ്റണിയുടെ ജന്മദിനമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ആൻ്റണിയെ തന്നെ ആദരവോടെ അനുസ്മരിക്കുന്നു. നമ്മളൊരു ചർച്ചയാണ്, എൻ്റെ അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിൻ്റെ ശീലമാണ്. അടിമുടി RSSനെ താരാട്ട് പാടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ദിഗ്വിജയ് സിംഗ് എന്ന് നമുക്ക് എങ്ങനെയാ ശടിക്കാൻ പറ്റുന്നത്? അച്ഛൻ നിൽക്കുന്ന പാർട്ടിയിൽ മക്കൾ നിൽക്കണം, മക്കൾ നിൽക്കുന്ന പാർട്ടിയിൽ മരുമക്കൾ നിൽക്കണമെന്ന് എങ്ങനെയാണ് നമുക്ക് ശടിക്കാൻ പറ്റുന്നത്? ഞാൻ ചുറ്റിക്കാരുമായിട്ട് നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച MLA ആയ എന്റെ അവസരമല്ല ഞാൻ പറഞ്ഞോട്ടെ. താങ്കളോട് ചോദിച്ചത് എന്റെ അവസരമല്ല ഞാൻ പറഞ്ഞോട്ടെ. അനിൽ ബോസ് അദ്ദേഹത്തിന്റെ പോയിന്റ് പൂർത്തിയാക്കട്ടെ. വിശ്വനാഥ മേനോൻ പാർട്ടിമാറിയതിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അനിൽ ബോസ് അദ്ദേഹത്തിന്റെ പോയിന്റ് ആദ്യ ഭാഗം വല്ലാതെ വൈകിപ്പോവാണ്. പ്ലീസ് അനിൽകുമാർ. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ഇത് കോൺഗ്രസിൻ്റെ ശീലമാണെന്ന് മാത്രമല്ല, RSSനെ കണ്ടുപിടിക്കണമെന്ന് ദിഗ്വിജയ് സിംഗ് പറയുകയാണ്. ശശി തരൂർ ഇത്തരം ആളുകളൊക്കെ എടുക്കുന്ന നിലപാട് നോക്കൂ. കോൺഗ്രസും BJPയും തമ്മിലുള്ള അതിർവരമ്പില്ലാതെയായി. അതിപ്പോൾ നമ്മൾ യഹലങ്കയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആദിത്യനാഥിൻ്റെ ബുൾഡോസർ വന്ന് DK ശിവകുമാർ വഴി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പിണറായി സർക്കാരിനെ ഇല്ലാതെയാക്കിയാൽ ആ ബുൾഡോസർ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റത്തൂരിൽ ഇപ്പോൾ ഉണ്ടായ കാര്യം എന്താണ്? 24 വാർഡ് അവിടെയുണ്ട്. 24 വാർഡിൽ 14 വാർഡിൽ UDF 3-ാം സ്ഥാനത്താണ്. ആലോചിച്ച് നോക്കിയേ. ഒരു വാർഡ്, നൂലവല്ലി വാർഡ്, കോൺഗ്രസിന് കിട്ടിയ 44 വോട്ട്. ഇങ്ങനെ നടിപ്പാറ വാർഡ് കോൺഗ്രസിന് കിട്ടിയ 64 വോട്ട്. ഈ കോൺഗ്രസിന് ആ പഞ്ചായത്ത് ഭരിക്കാൻ അർഹതയുണ്ടോ? 14 വാർഡുകളിൽ 3-ാം സ്ഥാനത്ത് പോയ ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങൾക്ക് ആ പഞ്ചായത്ത് ഭരിക്കണം. യഥാർത്ഥത്തിൽ ഈ 14 വാർഡിൽ 3-ാം സ്ഥാനത്ത് പോയത് എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJPയുമായി ധാരണയുണ്ട്. ഒരു വാർഡിലെ കണക്ക് ഞാൻ പറയാം. നൂലവല്ലി വാർഡ് BJP 768, CPIM 629, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 44. നോക്കിയേ എങ്ങനെയാണ് BJPയെ ജയിപ്പിക്കുന്നത് കോൺഗ്രസ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇനി വേണേൽ നടിപ്പാറ വാർഡ് എടുക്കാം, 64 വോട്ട് കിട്ടിയിടത്ത് CPI 784, BJP 594. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് BJPയെ വളർത്തിയ സ്ഥലമാണത്. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിച്ച് DCC തീരുമാനമുണ്ടോ?
ഉണ്ടെങ്കിൽ വിപ്പ് കൊടുക്കണ്ടേ? ഈ 8 നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ മെമ്പർമാർക്ക് DCC വിപ്പ് കൊടുത്ത് പരസ്യപ്പെടുത്താമോ? ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുക. നിങ്ങൾ വിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവരെ അയോഗ്യരാക്കാനാവും. ഇവരുടെ പിന്നാലെ നടക്കണ്ട. BJPയുടെ കൂട്ടുകൂടി ഈ പരിപാടി ചെയ്തതിന് കോൺഗ്രസ്സുകാർ 8 പേരെ അയോഗ്യരാക്കണം. അതെന്താ സാധിക്കാത്തത്? DCC അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. DC പ്രസിഡന്റ് വിപ്പ് കൊടുത്തിട്ടില്ല. DCC ജനറൽ സെക്രട്ടറി പറഞ്ഞു BJPക്ക് തൂക്കി വിറ്റു, കൈപ്പത്തിയെ BJPക്ക് തൂക്കി വിറ്റു. നമ്മുടെ ചാനലിലൂടെ നമ്മൾ കേട്ടതാണ്. DCC ജനറൽ സെക്രട്ടറി പറഞ്ഞാണ്. ഇന്നത്തെ രാത്രിയിൽ ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ കൊടുത്ത വിപ്പ് പ്രസിദ്ധീകരിക്കണം. ആ വിപ്പ് ലംഘിച്ചതിന് ഇവരെ അയോഗ്യരാക്കാൻ കേസ് കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുമോ? പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? DCC പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന് ഞങ്ങളുടെ വാദം. ഇത് വെറുതെ രഹസ്യമായ കളിയല്ല. ഇത് അവിടുത്തെ 8 പേർക്ക് പറ്റിയൊരു പശകല്ല. ഇത് കൂടിയാലോചിച്ച പരിപാടിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 14 വാർഡുകളിൽ 3-ാം സ്ഥാനത്ത് പോയ കോൺഗ്രസ് BJPയുമായി ചേർന്നേ ഭരിക്കാൻ പാടുള്ളൂ, സാധിക്കുള്ളൂ എന്ന് മുൻകൂർ തീരുമാനമെടുത്ത കോൺഗ്രസ് ആ മുൻകൂർ തീരുമാനം അവിടെ നടപ്പാക്കി. ആദ്യം 14 വാർഡിൽ 3-ാം സ്ഥാനത്ത് പോയി, തിരുവനന്തപുരം കോർപ്പറേഷൻ മാതൃകയിൽ. എന്നിട്ടോ പിന്നീട് അവരുടെ അട്ടിമറിക്ക് വേണ്ടി അവർ പരിശ്രമിച്ചു. ആസൂത്രിതമാണ് എന്നാണ് വിപ്പ് പ്രസിദ്ധപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അനിൽകുമാർ, കോൺഗ്രസ് ശക്തമായ നടപടിയെടുക്കുകയല്ലേ ഇവർക്കെതിരെ? ഇവരെടുത്തിട്ടുള്ള ഈ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ അതിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പൊസിഷൻ? നിങ്ങൾക്കത് വിശ്വാസമില്ലേ? അല്ല, കേരളത്തിലെ വിവിധങ്ങളായ വാർഡുകളിൽ തന്നെ ഈ കാര്യം നോക്കാം. കേരളത്തിൽ നമുക്കൊരു പഠനം നടത്താം. BJP ജയിച്ച വാർഡുകളിൽ ആരാണ് 2-ാം സ്ഥാനത്തുള്ളത്, ആരാണ് 3-ാം സ്ഥാനത്തുള്ളത്, അതിൻ്റെ പെർസെൻറ്റേജ് നോക്കാം. ആരാണ് BJPയെ നേരിട്ടത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായിടത്ത് വിജയം ഉണ്ടായെന്നും പരാജയം ഉണ്ടായിടത്ത് പരാജയം ഉണ്ടെന്നും വിലയിരുത്തുന്നവരാണ്. പക്ഷെ ഞങ്ങൾ പരിശോധന നടത്തിയപ്പോൾ കണ്ട കാര്യം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 66 ലക്ഷം വോട്ടാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടുന്ന് കളം മാറിയിരിക്കുന്നു. ഒരു 18 ലക്ഷം വോട്ട് അധികമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 84 ലക്ഷം വോട്ടായി മാറി. UDFനെ സംബന്ധിച്ച് അവരുടെ മേൽക്കൈയുള്ള 2 ജില്ലകൾ കഴിച്ചാൽ LDFും UDFും സമാസമാണ്. എന്നുവെച്ചാൽ LDFന് നല്ല മേൽക്കൈയുണ്ട്. എന്താ ഇത് കാണിക്കുന്നത്? 7 ജില്ലാ പഞ്ചായത്ത് LDF, 7 UDF. BJP വളർന്നിട്ടില്ല. എല്ലാവരും ആശങ്കപ്പെട്ടത് BJP വളരുന്നുണ്ടോ? കേരളത്തിൽ BJP വളരുന്നില്ല. 50,000 വോട്ടേ കൂടിയിട്ടുള്ളൂ. അതാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. അപ്പോൾ 2020 തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്നും BJP വളർന്നിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്നും അധികം BJP വളർന്നിട്ടില്ല. ഇത് കാണിക്കുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് BJPയെ നന്നായിട്ട് നേരിടാൻ കഴിയും. ഞങ്ങൾക്ക് BJPയെ നേരിടാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് BJPയുടെ ഈ ഭീഷണിയുള്ള പശ്ചാത്തലത്തിൽ UDFൻ്റെ പിന്നാലെ പോയി നിൽക്കേണ്ട ഗതികേടില്ല. ഗതികേട് കൊണ്ടാണ് പോയി നിൽക്കുന്നത്. ഒരു തരം കിട്ടിയാൽ BJPയിലേക്ക് ചാടാൻ നിൽക്കുന്ന ആളുകളെ വിശ്വസിച്ച് എങ്ങനെയാണ് BJPക്കെതിരായിട്ട് നിങ്ങൾ ഉറപ്പ് ചോട്ട് ചെയ്യുന്നത്? ആ സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി BJPക്ക് അനുകൂലമായും CPMനെതിരായിട്ടുമാണ് ഇവിടുത്തെ സംഘപരിവാരത്തിന് അനുകൂലമായിട്ടാണ് ഇവിടുത്തെ UDFൻ്റെ മനോനില അടിസ്ഥാനപരമായി. അതുകൊണ്ടാണ് ഒരാൾ കാലുമാറിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ വ്യതിചലനമാണ്. 8 ആളുകളാണ്. കൂട്ടക്കാലുമാറ്റമാണ്. കൂട്ടക്കാലുമാറ്റം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും ഈ കേരളത്തിലേക്ക് പടർന്നിരിക്കുന്നു. ആൻ്റണിയുടെ മകൻ പോയത് ഒറ്റയ്ക്ക് പോയി, കരുണാകരൻ്റെ മകൾ പോയത് ഒറ്റയ്ക്ക് പോയി. അതൊരു പ്രതിഭാസമെന്ന് പറയാം. ഒറ്റയ്ക്കാണ് പോയത്. ഇവർ 8 ആൾ ഒരുമിച്ചാണ്. 8 ആൾ ഒരുമിച്ച് പോകണം. ആർക്കെതിരായിട്ടാണ്? CPMനെതിരായിട്ടാണ്. അപ്പോൾ CPMനേക്കാൾ സ്വീകാര്യമായത് ആരാണ്? BJP ആണ്. ഇതാണ് അണികളുടെ മനോനില. ഇവർ വിജയിപ്പിക്കുന്ന MLAമാർ നാളെ ആരുടെ കൂടെ നിൽക്കും? ഞങ്ങൾക്കൊരു 35 പേരെ കിട്ടിയാൽ ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് പറയുന്ന സുരേന്ദ്രൻ്റെ പാർട്ടിക്ക് കോൺഗ്രസ് ജയിക്കണം കേരളത്തിൽ. ഈ തിരിച്ചറിവാണ് മറ്റത്തൂർ കൊടുക്കുന്നത്. അവിടെ മറ്റത്തൂർ എന്ന് പറയുന്നത് ചൂണ്ടുപലകയാണ്. ആ ചൂണ്ടുപലക എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ എതിർക്കുന്ന UDFൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരുത്തുമോ? കമ്മ്യൂണിസ്റ്റ് വിരോധവും പിണറായി വിരോധവും ഉന്നയിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്തുമോ? ഇതിനാണ് കോൺഗ്രസ് ഉത്തരം പറയേണ്ടത്. ശരി. അനിൽ ബോസ്, ഈ പറയുന്ന ഈ അവിഹിത കച്ചവടക്കാരോടുള്ള സമീപനം എന്തായിരിക്കും? അവരോട് വളരെ കാർക്കശ്യമുള്ള ഒരു പൊസിഷൻ സ്വീകരിക്കാനാണോ തയ്യാറാവുക? അതോ അനുനയിപ്പിച്ച് പിന്നെയും കൂടെ കൂട്ടി പഞ്ചായത്ത് ഭരണമെങ്കിൽ പഞ്ചായത്ത് ഭരണം, അങ്ങനെയൊക്കെയുള്ള ഒരു ലൈനിലാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലേ? അതിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹിതൻ CPMൻ്റെ പ്രതിനിധി അനിൽകുമാറിൻ്റെ വാക്കുകളും വാചകങ്ങളും കേട്ടപ്പോൾ അഭിസാരികയുടെ ചരിത്ര പ്രസംഗം പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ഒറ്റ കാര്യം അനിൽകുമാറിനോട് ചോദിക്കുക. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ കുന്തിപ്പുഴയിൽ CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1 വോട്ടാണ്. ഒരു വാർഡിൽ, കുന്തിപ്പുഴ വാർഡിൽ 1 വോട്ട്. ആ വോട്ട് ചെയ്ത
ഖനീഫ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ, CPM ലോക്കൽ കമ്മിറ്റി മെമ്പറെ ഭീഷണിപ്പെടുത്തിയത് എന്തിനാണ് നിങ്ങളുടെ പാർട്ടി? അവിടെ മത്സരിച്ച് ജയിച്ചത് ലീഗാണ്, അബ്ദുവാണ്. 312 വോട്ട് നേടിയാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് 179 വോട്ട് പിടിച്ച് 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. CPMൻ്റെ വോട്ട് എവിടെ പോയി? എന്തുകൊണ്ട് CPM എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രമായി? ഒന്ന് പറഞ്ഞു തന്നെ. കുറേ നേരമായല്ലോ ഇരുന്ന് കുറേ വിപ്ലവാത്മകമായ വാക്കുകൾ പറയാൻ തുടങ്ങിയിട്ട്. കോട്ടയ്ക്കൽ നിഷാദിന് അറിയാമല്ലോ, അവിടെ CPM സ്ഥാനാർത്ഥി പോലും വോട്ട് ചെയ്തില്ല. ആർക്കാണ് വോട്ട് ചെയ്തത്? അവിടുത്തെ ഒരു CPM പ്രവർത്തകൻ പറഞ്ഞു ആ വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് ചെയ്തത് എൻ്റെ ഒരു വോട്ട് മാത്രമാണ്. സ്ഥാനാർത്ഥിയുടെ വോട്ട് എവിടെ? നിർദ്ദേശിച്ചയാളുടെ വോട്ട് എവിടെ? പിന്തുണച്ചയാളുടെ വോട്ട് എവിടെ? വന്ന് ചാനൽ ചർച്ചയിൽ നിന്ന് വാഹായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്നതെന്ന് ശ്രീ അനിൽകുമാർ ഓർത്തിരിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പിന്നെ ഞാൻ അനിൽകുമാറിനോടുള്ള തർക്കം അവസാനിപ്പിക്കുകയാണ്. കാരശ്ശേരി മാഷ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ അനുഭവ സമ്പത്തുള്ള അറിവുള്ള ആളാണ്. എനിക്ക് വളരെ റെസ്പെക്റ്റാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ തുടരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പില്ല. കോൺഗ്രസ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പുണ്ട്. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങ് പറഞ്ഞതിനോട് ചോദിക്കുന്നു. ഇലക്ഷന് പകരം ചിലപ്പോൾ സെലക്ഷനാണ് നടക്കുന്നത്. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരെ BJP തെരഞ്ഞെടുത്തത് കേരളത്തിലെ BJPക്കാരെല്ലാം കൂടെ തെരഞ്ഞെടുത്തിട്ടാണോ? ആണോ? അങ്ങനെ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇവിടെ CPMൻ്റെ MP ഗോവിന്ദനെ തെരഞ്ഞെടുത്തത് കേരളത്തിലെ CPMകാർ വോട്ട് ചെയ്തിട്ടാണോ? അങ്ങനെ കാരശ്ശേരി മാസ്റ്റർക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ചുമ്മാ ചർച്ചയിൽ വന്നിരുന്ന് കോൺഗ്രസിന്റെ മുതുകത്തേക്ക് കയറിക്കളയാം എന്ന് വിചാരിക്കണം. ഞാൻ KPC മെമ്പറായി 2 പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അത് സെലക്ഷൻ ആയിക്കോട്ടെ, സമവായം ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഒരു തെരഞ്ഞെടുപ്പ്, പാർട്ടിയുടെ ഇന്റേണൽ തെരഞ്ഞെടുപ്പിൽ പരസ്പരം ആയുധമെടുത്ത് അടലാടണമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ ചോദിച്ച ചോദ്യത്തിൽ താങ്കൾ വന്നില്ല. പക്ഷെ എനിക്കതിന് സമയമില്ല. നമ്മുടെ സമയം കഴിയാണ്. ചെമ്മൻ കാരശ്ശേരി നേരത്തെ അനിൽകുമാർ സമയം കുറവാണ്. വളരെ ഗുരുതരമായ ആരോപണത്തിന് മറുപടി താങ്കൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയല്ലോ. കാരശ്ശേരി മറുപടി പറയട്ടെ. ഒരു പാർട്ടിയിൽ ഒരു പദവിയിലേക്ക് വന്നാൽ അവിടെ കൺസൾട്ടേഷനിൽ ഒരാളെ സെലക്ട് ചെയ്താൽ അതും ഇലക്ഷനാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ മല്ലികാർജുൻ ഖാർഗെനെ തെരഞ്ഞെടുത്തു, ബാക്കിയുള്ളവരെ ആരെയും തെരഞ്ഞെടുത്തില്ല. അത്തരം വാദഗതി പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് നേരത്തെ അനിൽകുമാർ പറഞ്ഞല്ലോ, അതായത് CPMനെ പാർട്ടിക്കെതിരെ ആരോപണത്തിൽ താങ്കൾ മറുപടി പറഞ്ഞല്ലോ. താങ്കൾ മറുപടി പറഞ്ഞു. അല്ലല്ല, കാരശ്ശേരി മാഷ പോലൊരാൾ ഒരു ആരോപണം ഉന്നയിച്ചു. കാരശ്ശേരി മാഷ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, താങ്കൾ മറുപടിയും പറഞ്ഞു. ഇനി ദീർഘിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊതുയോഗം സ്വഭാവത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സമയം വളരെ പരിമിതമല്ലേ?